വിന്നേഴ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നേച്ചർ ഓഫ് മിഡീവൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്സ് അഥവാ മധ്യകാല ചരിത്രരചനയുടെ സവിശേഷതകൾ. അപ്പോൾ മധ്യകാല ചരിത്രരചനയുടെ പ്രധാന രണ്ട് ധാരകളാണ് ക്രിസ്ത്യൻ ചരിത്രരചന, അതുപോലെ തന്നെ ഇസ്ലാമിക് ചരിത്രരചന എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ട് ചരിത്രരചനകളെ പറ്റിയാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ പാർട്ടായി കണ്ട് നമ്മൾ പറയുന്നത് ക്രിസ്ത്യൻ ചരിത്രരചനയെ പറ്റിയാണ്. അപ്പോൾ ക്രിസ്ത്യൻ ചരിത്രരചന എന്നുള്ളത് യൂറോപ്പിൽ മധ്യകാലത്ത് ക്രിസ്ത്യാനിറ്റി നിലനിന്നിരുന്നു, അതായത് ക്രിസ്തുമതം നിലനിന്നിരുന്നു. അപ്പോൾ ക്രിസ്തുമതം നിലനിന്നത് മധ്യകാല ചരിത്രത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. അതായത് മധ്യകാല യൂറോപ്പിലെ ജനങ്ങളുടെ ചിന്താസരണികളിൽ സ്വാധീനം ചെലുത്തുകയും ഇത് അവരുടെ ചരിത്രരചനയിൽ സ്വാധീനം ചെലുത്തുകയുണ്ടായി. അതുപോലെ തന്നെ കൂടുതലായി കണ്ട് ക്രിസ്ത്യൻ ചരിത്രകാരന്മാർ, അതായത് ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന ചരിത്രകാരന്മാരുടെ അവരുടെ മതപരമായ കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് ക്രിസ്ത്യൻ ചരിത്രരചനയെ ഉപയോഗിച്ചത്. അതാണ് ഫസ്റ്റ് 3 പോയിന്റിൽ പറയുന്നത്. അതായത് ക്രിസ്ത്യൻ മതത്തിൻ്റെ സാന്നിധ്യം മധ്യകാല യൂറോപ്പിലെ ചിന്താസരണിയെ സ്വാധീനിച്ചു, ഇത് ചരിത്രരചനയിലും പ്രതിഫലിച്ചു. അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളെ ന്യായീകരിക്കാൻ ആണ് അവർ ചരിത്രത്തെ ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ക്രിസ്ത്യൻ ചരിത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വെളിപാട്, അതുപോലെ തന്നെ സഹജാവബോധം. അതായത് നമുക്കറിയാം ക്രിസ്തുമതത്തിൻ്റെ പ്രധാനപ്പെട്ട അവരുടെ ദൈവമാണ് യേശു ക്രിസ്തു എന്നുള്ളത്. യേശു ക്രിസ്തുവിനെയാണ് അവർ ആരാധിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനുണ്ടാകുന്ന ദിവ്യബോധനം, അതായത് ദിവ്യബോധനം, ദൈവത്തിൻ്റെ അടുത്ത് നിന്നുണ്ടാകുന്ന ബോധനം, അതാണ് ക്രിസ്ത്യൻ ചരിത്രരചനയെ സ്വാധീനിച്ചിരുന്നത് എന്നുള്ളതാണ് ഒരു പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചരിത്രകാരന്മാർ മതപരമായ ചരിത്രത്തെ വിശുദ്ധമായും അതുപോലെ തന്നെ മതനിരപേക്ഷ ചരിത്രത്തെ നീചമായും കണക്കാക്കി. നമ്മളെ സ്ക്രീനിൽ നീചമായും എന്നാണ് എഴുതിയിരിക്കേണ്ടത്, അതൊന്ന് ശ്രദ്ധിക്കാം. അതായത് മതപരമായ ചരിത്രം, അതായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി, അതിനവർ വളരെയധികം വലിയ ഹൈപ്പ് കൊടുത്തുകൊണ്ട് ഒരു കണക്കാക്കി. അതായത് അത് അവരുടെ മതവുമായി ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മതത്തിനും കൂടി അത് വലിയ ഉത്തേജനം നൽകും. അപ്പോൾ അവരെന്തായി മതപരമായ അടിസ്ഥാനത്തിൽ ചരിത്രം രചിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം നൽകി. അതുപോലെ തന്നെ വെറുതെ മതമില്ലാതെ വെറും ചരിത്രരചനയെ അവർ നീചമായി കണക്കാക്കുകയും ചെയ്തു. ഇതാണ് ക്രിസ്ത്യൻ ചരിത്ര രചനയുടെ മറ്റൊരു സവിശേഷത. അതുപോലെ തന്നെ അടുത്തൊരു സവിശേഷതയാണ് മനുഷ്യന്മാർക്ക് അവർ പ്രാധാന്യം നൽകിയിട്ടില്ല. അതായത് നമ്മൾ പറഞ്ഞു മതത്തിൻ്റെ കാര്യങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകി. അതായത് മതത്തിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അതിൻ്റെ വ്യാപ്തി വലുതാക്കുന്നതിന്, അതിൻ്റെ പ്രശസ്തി വലുതാകുന്നതിന് വേണ്ടിയാണ് അവർ ചരിത്രരചന ഉപയോഗപ്പെടുത്തിയത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി കണ്ട് അവർ മനുഷ്യർക്ക് പ്രാധാന്യം കൊടുത്തില്ല, മതത്തിന് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഉണ്ടാക്കുന്ന നിർമ്മിതികൾ, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണുള്ള ചരിത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് അവിടെ കുറേ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾ, മനുഷ്യന്മാരുടെ ചരിത്രം രചിക്കപ്പെടാതെ പോവുകയുണ്ടായി. അതുപോലെ തന്നെ ഇത് കൂടുതലായിട്ട് അവരുടെ ദൈവശാസ്ത്രം, അവരുടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവർ ചരിത്രരചനയെ ഉപയോഗിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതായത് അങ്ങനെ പറഞ്ഞാൽ അവരുടെ ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതത്തെ, ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ ചരിത്രത്തെ, ക്രിസ്തു മതത്തെ ശക്തിപ്പെടുത്തുക എന്നായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ക്രിസ്തു മതത്തെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ക്രിസ്ത്യൻ ചരിത്രരചനാ ശാസ്ത്രം എന്നുള്ള പേര് കൊടുത്തത്. പിന്നെ അടുത്ത പോയിന്റ്, ക്രിസ്തു ജനിക്കുന്നതിന്, അതായത് യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ യേശു ക്രിസ്തു ജനിച്ചതിന് ശേഷം, ഇങ്ങനെ 2 തരത്തിൽ ചരിത്രത്തെ തരംതിരിക്കുന്നുണ്ട്. അതായത് BC, ബിഫോർ ക്രിസ്തു, അതുപോലെ തന്നെ AD, ആനി ഡൊമിനി, അങ്ങനെ 2 തരത്തിൽ ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി തിരിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തെ, അതായത് യേശു ക്രിസ്തു, അവരുടെ ക്രിസ്ത്യൻ മതക്കാരുടെ ദൈവമാണല്ലോ യേശു ക്രിസ്തു. അപ്പോൾ അവരുടെ മുമ്പുള്ള കാലഘട്ടത്തിലെ ഒരു കാലഘട്ടത്തെ അവർ മോശമായ കാലഘട്ടമായും, അതുപോലെ തന്നെ യേശു ജനിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തെ അവർ പ്രശസ്തിയുടെ കാലഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ മധ്യകാല ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞത് മനുഷ്യന്മാരുടെ പ്രവർത്തനത്തിന് ഒരു പ്രാധാന്യം നൽകിയില്ല. അതുകൊണ്ട് തന്നെ മധ്യകാലഘട്ടത്തിൽ ക്രിസ്ത്യൻ ചരിത്രരചനാശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ എണ്ണം കുറവായിരുന്നു. വളരെ കുറച്ച്
ഗ്രന്ഥങ്ങൾ മാത്രമേ എന്തായിട്ടുള്ളൂ രചിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് സിറ്റി ഓഫ് ഗോഡ് എന്നുള്ളത്. സെയിൻറ്റ് അഗസ്റ്റിൻ രചിച്ച, അതായത് ക്രിസ്ത്യൻ ചരിത്രരചനാ ശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സെയിൻറ്റ് അഗസ്റ്റിൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് സിറ്റി ഓഫ് ഗോഡ്. ഈ ഒരു സെയിൻറ്റ് അഗസ്റ്റിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ പറയും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഗ്രീക്ക് ചരിത്രരചന, അതായത് ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയെ പറ്റി നമ്മൾ പഠിക്കാനുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മൾ അടുത്തൊരു പാർട്ടായിക്കാണ്ട് പഠിക്കാനുള്ളത് ഇസ്ലാമിക് ഹിസ്റ്റോറിയോഗ്രഫി, അതായത് ഇസ്ലാമിക ചരിത്രരചനയെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു ഇസ്ലാം മതം ആവിർഭവിച്ച് അതിനുശേഷം ഈ ഒരു ഇസ്ലാമിക രാജ്യം, അതുപോലെ തന്നെ ഇസ്ലാമിക ഭരണകൂടം, ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഈ ഒരു ഇസ്ലാമിക ചരിത്രരചനാ ശാസ്ത്രം എന്നുള്ളൊരു ശാഖ ഉയർന്നു വരുന്നത്. അതുവരെ ഈ ഒരു ഇസ്ലാമിക ചരിത്രശാസ്ത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും ഈ ഒരു മധ്യകാലഘട്ടത്തിലെ ഒരു പ്രധാന ചരിത്രരചനാ ശാസ്ത്ര ശാഖയായിരുന്നു. അപ്പോൾ ഈ ഒരു ആദ്യ കാലങ്ങളിൽ ഈ ഒരു അറബ് ചരിത്രകാരന്മാർ മതപരവും രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകി. അതായത് നമ്മൾ ക്രിസ്ത്യൻ ചരിത്രരചനത്തിൽ പറഞ്ഞ അവർ ക്രിസ്ത്യാനിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇസ്ലാമിക ചരിത്രരചനാ ശാസ്ത്രത്തിലും അവരുടെ മതത്തിന്, അവരുടെ രാഷ്ട്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ളതാണ്. പിന്നെ ഈ ഒരു ഇസ്ലാം ആവിർഭവിക്കുന്നത് ഈ ഒരു അറേബ്യൻ രാജ്യങ്ങൾ, അതായത് അറബ് സംസാരിക്കുന്ന ആളുകൾക്കിടയിലാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ അറബികൾ എന്ന് വിളിക്കുക കൂടുതൽ ആ ഒരു കാലഘട്ടത്തിലുള്ള ആളുകളെ. അപ്പോൾ ഈ ഒരു അറബികൾ ഈ ഒരു ഗ്രീക്ക് സമൂഹവുമായി ഇടപഴകാൻ ഒരു സാഹചര്യം ഉണ്ടായി. അതായത് നമ്മൾ ഗ്രീക്ക് ചരിത്രത്തിൻ്റെ സവിശേഷതകളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ഗ്രീക്ക് സമൂഹവുമായി ഇടപഴകിയത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു ഗ്രീക്ക് സമൂഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ, കുറേ മൂല്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ വിജ്ഞാനങ്ങളൊക്കെ അവർക്ക് പഠിക്കാൻ സാധിച്ചു. ഇത് ഈ ഒരു ഇസ്ലാമിക ചരിത്രരചനയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അറബിക് ചരിത്രരചനയ്ക്ക്, അതായത് അറബിക് ചരിത്രരചന പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ഇസ്ലാമിക വിശ്വാസികൾ ആദ്യ കാലഘട്ടത്തിൽ ഈ ഒരു അറബികളായിരുന്നു. പിന്നീടാണ് മറ്റുള്ള ഭാഷക്കാരിലേക്കൊക്കെ വ്യാപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അറബിക് ചരിത്രരചനയ്ക്ക് അടിസ്ഥാനം ഈ ഒരു അറബി ഭാഷയും ഇസ്ലാം മതവുമാണ്. അപ്പോൾ ഈ ഒരു ഇസ്ലാമിക ചരിത്രരചനാ ശാസ്ത്രത്തിൽ പ്രധാനമായിട്ടും ഇസ്ലാമിക മതം, അതായത് ഇസ്ലാം മതവും അതുപോലെ തന്നെ ഈ അറബി ഭാഷയുമാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അറബികൾ താരിഖ് എന്നുള്ളൊരു പുതിയ സംവിധാനം കൊണ്ടുവന്നു. താരിഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു പോയിന്റിൽ കൊടുത്തിട്ടുണ്ട്, കാലഗണന അടിസ്ഥാനമാക്കി വിവരങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ പ്രവർത്തനങ്ങൾക്കും, അതായത് ഓരോ സംഭവങ്ങൾക്കും ഡേറ്റ് ഇട്ടുകാണ്ട് കുറിച്ച് വെക്കാൻ തുടങ്ങി. ഇത് അവർ താരിഖ് എന്നുള്ള ആ ഒരു ഡേറ്റിൽ താരിഖ് എന്നാണ് അറബിയിൽ ഡേറ്റിന് പറയാം. അപ്പോൾ ഈ ഒരു താരിഖ് എന്നുള്ള സംവിധാനം ആര് കൊണ്ടുവന്നതാണ്? ഈ ഒരു അറബികൾ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ ഇസ്നദ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം അത് ആര് നമുക്ക് പറഞ്ഞു തന്നു, അതായത് നമുക്കിപ്പോൾ വേണമെങ്കിൽ കെട്ടിച്ചമച്ച് ഒരു കാര്യം ഉണ്ടാക്കാം, അപ്പോൾ നമുക്കത് കളവാണെന്ന് പറയാം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇസ്നദ് എന്നുള്ളൊരു പുതിയ സംവിധാനം ആര് കൊണ്ടുവന്നു? ഈ അറബികൾ കൊണ്ടുവന്നു. അതായത് എനിക്ക് ഇയാൾ പറഞ്ഞു, ഇയാൾക്ക് ഇന്ന ആൾ പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണത്തിന് എ ബിക്ക് പറഞ്ഞു കൊടുത്തു, സി ഡിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഡി പോയിക്കാണ്ട് ഈനോട് എന്താ പറയുക, അതായത് ഡി പോയിക്കാണ്ട് ഇങ്ങനെ പറയും, എനിക്ക് സി പറഞ്ഞു, സിക്ക് ബി പറഞ്ഞു കൊടുത്തു, ബിക്ക് എ പറഞ്ഞു, ഇന്നെ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കൃത്യമായ ഓർഡർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവില്ല, ആ പറഞ്ഞത് കളവാവാനുള്ള ചാൻസ് വളരെ കമ്മിയായിരിക്കും. അപ്പോൾ ഇതാണ് ഇസ്നദ് എന്ന് പറയാം. അപ്പോൾ ഇസ്നദ് എന്നുള്ളത് ഈ ഒരു അറബികൾ വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക വിദ്യയാണ്. അതുപോലെ തന്നെ ഈ ഒരു അറബികൾ നമ്മൾ പറഞ്ഞു താരിഖ്, ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഹിജ്റ വർഷ കലണ്ടർ എന്നുള്ളൊരു കലണ്ടർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹിജ്റ വർഷ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഓരോ സംഭവങ്ങളും രേഖപ്പെടുത്താൻ തുടങ്ങിയത്. ഹിജ്റ വർഷം ആരംഭിക്കുന്നത് CE 622 ഹിജ്റ വർഷം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രധാനമായിട്ട് ഇവർ ഈ ഒരു യുദ്ധങ്ങൾക്ക്, ആക്രമണങ്ങൾക്ക്, അതുപോലെ തന്നെ പ്രവാചകൻ്റെ ജീവചരിത്രത്തിന് പ്രാധാന്യം നൽകിയത്. അതായത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കപ്പെടുന്നൊരു കാര്യമാണ്, അതായത് അവരുടെ ദൈവത്തിൻ്റെ ഒരു റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു ദൂതനാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ഒരു മുഹമ്മദ് നബി എന്നുള്ളത് മുഹമ്മദ് നബിയുടെ ജീവിത കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലുണ്ടായ യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ, ഇതിനൊക്കെയാണ് ഈ ഒരു ഇസ്ലാമിക ചരിത്രരചന പ്രാധാന്യം നൽകിയത്. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഇസ്ലാമിക ചരിത്രരചനയിലെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരെ പറ്റിയാണ്. ഒന്ന് ഇബ്നു ഇസ്ഹാഖ്. അദ്ദേഹം പ്രവാചകൻ്റെ ചരിത്രം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. പിന്നെ അൽ വഖീദി, അൽ തൊബരി, അൽ മസൂദി. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് ഇബ്നു ഖൽദൂനെ പറ്റി നമ്മൾ അടുത്തൊരു ഡീറ്റെയിൽ ആയിക്കാണ്ട് ഒരു ക്ലാസ് തന്നെ ഉണ്ട് ഇബ്നു ഖൽദൂനെ പറ്റി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മധ്യകാല ചരിത്രരചനയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഒന്നാമത് ക്രിസ്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി, രണ്ടാമത്തത് ഇസ്ലാമിക് ഹിസ്റ്റോറിയോഗ്രഫി. അപ്പോൾ ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. സോ താങ്ക് യു.